ദസാനി അങ്കിളിനൊക്കെ ഞാൻ ഭയങ്കര മിസ് ചെയ്യും. പിന്നെ ചെറുതിനെയും വെല്ലിനൊക്കെ മിസ് ചെയ്യും. അസ്സലാമലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് ഇതിന്റെ റെസിപ്പി നമ്മൾ ശരിക്കായിട്ട് കാണിക്കില്ലെന്ന് ഞങ്ങളെ കുറച്ച് വിശേഷങ്ങളാണ് ഞങ്ങൾ കാണിക്കുന്നത് കേട്ടോ. ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് വിശേഷങ്ങളുണ്ട്, അതൊക്കെ ഞങ്ങൾക്ക് വീഡിയോയിൽ പറയാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ അത് ഞാൻ ബീഫ് ഇങ്ങനെ കഴുകി റെഡിയാക്കുക കേട്ടോ. അപ്പൊ അതിന്റെ കുറെ ഞാൻ ബീഫ് റെസിപ്പി ഞാൻ കുറെ ഇട്ടിങ്ങനെ. അപ്പൊ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും കാണിക്കില്ല. നമ്മളെ വിശേഷങ്ങളും നമുക്ക് വരുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് വീഡിയോയിൽ പറയാനാണ്. പിന്നെ ഞാന് അപ്പൊ സാധാ ചോറ് ഞാനവിടെ വെച്ചിരുന്നു. ആദ്യം സാധാ ചോറ് വെച്ചിട്ട് ഇവിടെ ഞാൻ അരച്ച് വെച്ചതാണ്. അങ്ങനെ പിന്നെ നമ്മളെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി ഉണ്ടല്ലോ, അതുകൊണ്ടൊരു ബീഫ് വന്നപ്പോ നെയ്ച്ചോറാക്കി വെച്ചു കൊടുക്കാൻ വിചാരിച്ചുകൊണ്ട് ഞാൻ ഉണ്ടാക്കാൻ കേട്ടോ. അപ്പൊ ഇതിക്ക് ഞാൻ ഫസ്റ്റ് നമ്മളിങ്ങനെ ഇത് വാട്ടിക്കാണ്ടൊന്നുമല്ല ചെയ്യുന്നത്. ഉള്ളി എല്ലപ്പോ ഞാൻ കണ്ടില്ല നിങ്ങൾ ഇതിലെന്തൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത്. അത് ഇതേപോലെ തന്നെ ഇട്ടേക്കാണ്. ഒരു നെയ്യോ ഒന്നും എടുക്കാതെ ഇങ്ങനെ ഇട്ടേക്കാണ്. ഇനി ഇതൊന്ന് തിളച്ച് വെക്കട്ടോ. നമ്മളെ റേഷൻ കടയിലത്തെ അരിയാകുമ്പോൾ നമ്മള് വെള്ളം നല്ലോണം വെട്ടി തിളക്കണം. എന്നിട്ട് വേണം നമ്മൾ തീക്കിടാൻ. എന്നിട്ട് വേണം നമ്മൾ അരിയൊക്കെ ഇതിലിട്ടുകാണ്ട് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാൻ. നമ്മള് എപ്പോഴും ഈ സമയത്ത് എന്താ പറയുക, പച്ചവെള്ളം ഒഴിച്ചുങ്ങാണ്ട് ഇതാക്കരുത്. ചൂടുവെള്ളത്തിൽ തന്നെ ഇതേമാതിരി ഈ ഉള്ളിയൊക്കെ ഒന്ന് വെട്ടി തിളപ്പിക്കുക കേട്ടോ. നമ്മളെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി നല്ല അടിപൊളി പച്ചരി. നമ്മൾ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വെക്കാം. ഞാൻ ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കിയിരുന്നു. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കട്ടെ കേട്ടോ. വെള്ളം തിളച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മളെ ചോറ് ഇതാക്കണ അടിപൊളിയായി നിങ്ങള് നല്ല അടിപൊളി ചോറായി. ചോറ് റെഡിയായി. അപ്പൊ നമ്മളെ ബീഫ് കറി കേട്ടോ. ഞാന് കറിയായിട്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞങ്ങൾക്കിപ്പോ ഇതാക്കണ് അത് ഇത് റേഷൻ കറിയത്ത് ഇതുകൊണ്ട് നെയ്ച്ചോറാക്കി ഉണ്ടാക്കിയത്. പിന്നെ സാധാ ചോറാണ്. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളിത് ഇടക്കിടക്ക് സ്പെഷ്യൽ അല്ല, അത് തന്നെ നമ്മള് കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഇത്ര കറി നീട്ടി അധികം ഉണ്ടാക്കാറില്ല. ഇനി ഞങ്ങളെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പങ്കുവെക്കാം കേട്ടോ. അപ്പൊ ഇന്ന് നമുക്ക് റെസിപ്പി ഒന്നും ശരിക്കും നമ്മൾ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. അപ്പൊ നമ്മളെ കുറച്ച് വിശേഷങ്ങളാണെന്ന് നമ്മൾ പറയണത്. അതായത് വിശേഷങ്ങൾ എന്ന് പറഞ്ഞാല് ഇവരുണ്ടല്ലോ ഇവിടെ എന്റെ അടുത്തേക്ക് ഈ എന്നോട് കുറെ പേര് ചോദിച്ചിരുന്നു. എന്ത് ചോദിച്ചിരുന്നു പറഞ്ഞത് നിങ്ങളെ കുട്ടികളാണ് എന്താണ് അങ്ങനെയൊക്കെ ചോദിക്കുന്നത്. ആർക്കും ഞാനൊന്നും പറയില്ല. ഇവിടെയൊക്കെ തന്നെ ഞാൻ പറയാം, ഒരു 80% ആൾക്കാർക്ക് ഇപ്പൊ നമ്മുടെ കുട്ടികൾ അങ്ങനെയെന്ന് അറിയാം. അതിൽ ഒരു 20% ആൾക്കാർക്കുള്ളൂ. അപ്പൊ ഇവര് രണ്ടാളും എന്റെ അനിയത്തിന്റെ കുട്ടികളാണ്. ഓക്കെ, ഇവർ രണ്ടാളും എന്റെ അനിയത്തിന്റെ കുട്ടികളാണ്. പിന്നെ ഒരു ചെറുക്കനും കൂടി ഉണ്ട്, മോനുണ്ട്. അപ്പൊ ഓനിപ്പം 10th ഓനിപ്പോ ഇവിടുന്ന് നമ്മളടുത്തുനിന്ന് ഓനിപ്പോ ഹോസ്റ്റലില് ഈ സയൻസ് ഇതിലൊക്കെ അല്ലേ ഇപ്പൊ ഇതാക്കണ ഒരു 7 ഇപ്പൊ നമ്മളവിടെ തന്നെയായിരുന്നു. 9th വരെ ഇവിടെ ആയിരുന്നു. അപ്പൊ ഇവിടെ നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് എത്രാം ക്ലാസ്സിനാണ്? LKG. ഇവിടെ LKG വന്നിട്ട് ഇപ്പൊ ഞാൻ നെക്സ്റ്റ് ഇയർ 5th സ്റ്റാൻഡേർഡ്. എത്ര സ്റ്റാൻഡേർഡ് പറഞ്ഞെടുത്ത? 5th സ്റ്റാൻഡേർഡ്. അപ്പൊ എത്ര വർഷമായിന്നറിയോ? ഒരു 6 വർഷം 7ാമത്തെ വർഷമായി. അപ്പൊ ഇവിടെ അതേപോലെ 1st സ്റ്റാൻഡേർഡിലേക്കാണ് ഇവിടെ വന്നത്. മോനാണെങ്കിൽ 4ാം ക്ലാസ്സിക്ക് ഇവിടെ വന്നതാണ്. അപ്പൊ ഓന് നമ്മളെ മജുമേ തന്നെയായിരുന്നു, നമ്മളെ സ്കൂളിൽ തന്നെയായിരുന്നു. ഫസ്റ്റ് ടേം വരെ നമ്മളിവിടെ തന്നെയായിരുന്നു. ഫസ്റ്റ് ടേം കഴിഞ്ഞിട്ടാണ് അവനെ മാറ്റിയത് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിക്ക് MBBS ഡോക്ടർമാരാകാൻ വേണ്ടിയിട്ട്, എഞ്ചിനീയർമാരാകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഓനങ്ങനെ ഒരു ഫസ്റ്റ് ടേം ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഓനെ അതേമാതിരി അങ്ങനെ ചേഞ്ച് ചെയ്തതാണ്. ഹയർ എഡ്യൂക്കേഷൻ നമ്മൾ ആഗ്രഹിക്കുക അങ്ങനെയാണല്ലോ. ഒരു സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ആക്കിയാൽ അതിന്റെ കൂടെ തന്നെ എല്ലാം കിട്ടും. അപ്പൊ ആ രീതിയിൽ ഓൻ ഹോസ്റ്റലിലാണ്. അപ്പൊ പുതിയ വിശേഷം നീ പറഞ്ഞു കൊടുത്താ നിങ്ങള്? ഞങ്ങള് ഗൾഫിക്ക് പോവാണ്. അപ്പൊ ഫ്രണ്ട്സിനോടൊക്കെ പറയാൻ വേണ്ടിട്ടാണ് വന്നത്. അപ്പൊ എന്താ സംഭവം എന്ന് പറഞ്ഞാല് ഓലെ ഉമ്മയൊക്കെ 4ാം തീയതി വരുന്നുണ്ട്. അപ്പൊ അവർക്ക് നെക്സ്റ്റ് ഇയർ ഒരു ഇനി ജിദ്ദിക്ക് തന്നെ പോവാണ്.
അപ്പൊ നെക്സ്റ്റ് ഇയർ ജിദ്ദി പോയി അവിടെ സ്കൂളായിരിക്കും. അപ്പൊ ഒരു എന്താ പറയാ പോണ സമയത്ത് ചിലപ്പോ ഫ്രണ്ട്സുകളൊന്നും കാണാൻ പറ്റൂല. ഫ്രണ്ട്സുകളെ കാണാൻ പറ്റാത്തപ്പോ ഫ്രണ്ട്സുകളോട് പറയാൻ പറ്റൂലല്ലോ. അപ്പൊ കുറെ നമ്മളെ യൂട്യൂബ് ചാനലിൽ കാണുന്ന ഫ്രണ്ട്സുകളുണ്ട്. നമ്മളെ മജ്മയിലെ ഓളെ ഫ്രണ്ട്സുകളൊക്കെ കാണാനാണ്. അപ്പൊ ടീച്ചേഴ്സ് ആണെങ്കിലും ഒക്കെ കാണും. പിന്നെ എന്താ പറയാ എന്റെ മോളുണ്ട്, ഓള് ഓൾറെഡി മജ്മയിൽ തന്നെയാണ്. അപ്പൊ എന്താ അവള് പറയും ഇവര് ഇവിടെ പോയിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും നമുക്കൊരു യൂട്യൂബിൽ ഒരു അപ്ഡേഷൻ കൊടുക്കണല്ലോ, കുറച്ച് വിശേഷങ്ങളായിട്ട് നമ്മള് കൊടുക്കുക എന്ന് പറയുന്ന പോലെ. അപ്പൊ കുഞ്ഞു കുട്ടികളായപ്പോ LKG വന്ന കുട്ടികളാണ്. അപ്പൊ നമുക്ക് ഹൈറായ രീതിയിൽ എല്ലാം നല്ല രീതിയിൽ സ്മൂത്തായി അള്ളാഹു ഹൈറായ രീതിയിലെല്ലാം കൊണ്ടുവച്ചു. കുറെ പ്രതിസന്ധി നമ്മളെന്താ പറയാ ഏതായാലും നമുക്ക് ഓരോ സംഭവം ഉണ്ടാവും. ഇപ്പൊ അനിയത്തിന്റെ മക്കളാണ്, മറ്റേ മക്കളാണ്, അങ്ങനെയൊക്കെ വരുമല്ലോ. പക്ഷെ എന്നോട് പലരും ചോദിക്കും, ഇവരെ തന്നെ ചോദിക്കും, ഞാൻ എന്റെ കുട്ടികളാന്നാ പറയും. അങ്ങനെ തന്നെ പറയാം. പിന്നെ എന്താ നമ്മളിപ്പോ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പല പ്രതിസന്ധികളും ഫാമിലി എന്ന് പറയുമ്പം കൊണ്ടുപോകണമെങ്കിൽ നല്ല ഇതായിരിക്കും. അതിലൊന്നും ഒരു ഇതൊന്നും വീഴാത്ത രീതിയിൽ ആ രീതിയിൽ ഹയറായ രീതിയിലാക്കിയിട്ട്. അപ്പൊ ഇനി നമുക്ക് പോകുമ്പോ അൽഹംദുലില്ലാ ഫ്രണ്ട്സിനോട് പറയാൻ വേണ്ടിട്ട് യൂട്യൂബിലുണ്ട്. അപ്പൊ എന്താ ഞങ്ങക്ക് പോവാന് അങ്ങനെ ഇഷ്ടമൊന്നുമില്ല, എന്നാലും അങ്ങനെ പോവാണ്. അപ്പൊ എന്താ ഫ്രണ്ട്സിനെയൊക്കെ മിസ് ചെയ്യുന്നുണ്ടാവോ? ആരെയൊക്കെ കൂടുതൽ മിസ് ചെയ്യാ? എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഹിമി മെഹദി. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അപ്പൊ ഓലോടൊക്കെ ഒന്ന് പറഞ്ഞോളാം. അപ്പൊ ഞങ്ങള് എന്താ ഗൾഫിൽ പോവാട്ടോ. ഇയും പറയും ഞങ്ങളും ഗൾഫിൽ പോകാട്ടോ. ഇത് എന്താ ഒരു എന്താ നമ്മള് കുട്ടികളെ പ്രായം എന്ന് പറഞ്ഞാൽ കുഞ്ഞു പ്രായത്തില് ഫുള്ള് നമ്മളെ കയ്യിലായിരുന്നു അൽഹംദുലില്ലാ. അപ്പൊ ഒരിക്കും ഇന്റെ അടുത്തില്ലേ കൊറേ മെമ്മറീസ് ഉണ്ടാവൂലേ? ജസിയാന്റിനെ മറക്കുവോ നിങ്ങള്? മരിക്കോളം മറക്കുവോ? എന്തൊക്കെയാ മെമ്മറീസ് നിങ്ങൾക്ക് വരും ജസിയാന്റിനെ? എങ്ങനെയൊക്കെ ജസിയാന്റിനെ അങ്കിളിനോടും ഇഷ്ടം ഉണ്ടാവോ ജസിയാന്റിനോട്? പിന്നെ റിയ റിനുവോരോടൊക്കെ എങ്ങനെ ഉണ്ടാവും? അതെ, മിസ് ചെയ്യോ? അതെങ്ങനെയായിരിക്കും ഞങ്ങളെ മെമ്മറി നമ്മളെ ചെറുപ്പത്തിൽ കഴിയണതൊക്കെ നിങ്ങളെ ഓർമ്മയിലുണ്ടാവൂലേ? അപ്പൊ അള്ളാഹു ഹൈറാക്കി തരട്ടെ. യാത്രകളും ഇന്റെ മുന്നോട്ടുള്ള യാത്രകളൊക്കെ ഹൈറാക്കി കൊടുക്കട്ടെ. അല്ല നമ്മളെ മക്കളല്ലേ. എന്തൊക്കെയാ നമ്മൾ പറയണ കേട്ടിട്ടില്ലേ? എന്താ കുട്ടികളെ നോക്കും, എന്താ കുട്ടികളെ നോക്കി അങ്ങനെ ഇത് കിട്ടൂല അങ്ങനെ പറയല്ലോ. കുട്ടികളെ അങ്ങനെ മാറ്റാം. അതൊക്കെ നമ്മൾ പല പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത്ര എത്തിയത്. പലതും നമുക്ക് എന്താ പറയോ എന്താ ഓന്റെ സൈഡിൽ നിന്നാണെങ്കിലും ഓലെ സൈഡിൽ നിന്ന് വരും നമുക്ക് അങ്ങനെ അത് അങ്ങനെ ഇങ്ങനെ. പക്ഷെ ഓരോടൊക്കെ നമ്മളെങ്ങനെ അറിയാം, നമ്മളിവിടെ കുട്ടികളാക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞു എല്ലാരും എന്താ ഇഷ്ടം വേണം, എന്നിട്ട് ഇവിടെ നിർത്തിയാൽ മതി എന്നുള്ള രീതിക്ക് തന്നെ നമ്മൾ സംസാരിച്ചിരുന്നത്. അപ്പം ഇവരാക്കുമ്പോ പല രീതിയിലായിരിക്കും വരിക. പക്ഷെ അതൊന്നും നമ്മള് ഒരു ഇതും നമ്മള് കൊടുക്കാതെ ആരും ചെവി കൊടുക്കാതെ ആ രീതിയിൽ ഇങ്ങനെ പോകും. ചില വാക്കുകളൊക്കെ നമുക്ക് ചോദിക്കാനുള്ളതൊക്കെ തോന്നുകയൊക്കെ ചെയ്യും. അപ്പൊ ഏതായാലും ഓരോ യാത്രയൊക്കെ ഉഷാറായി പോട്ടെ. നമ്മളെ കുട്ടികളല്ലേ. ഞങ്ങളിത് പറയാനും കൂടി കാരണമുണ്ട്. യൂട്യൂബിൽ ഞങ്ങൾ ഡാൻസ് ആയിട്ടും പിന്നെ നമ്മളെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, അപ്പൊ നമ്മളെന്തൊരു ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ വേറെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മള് സജീവമായിട്ട് കാണുന്നതായിരിക്കും. അപ്പൊ കുറച്ച് ഇനിയിപ്പോ ഒരു 4-ാം തീയതി വന്ന് ഒരു 40 ദിവസമോ 30 ദിവസമോ ഓരോ എത്ര ഡേറ്റ് അറിയാത്രയൊക്കെ നിൽക്കും. പിന്നെ ഇതിന് കഴിഞ്ഞതിന് ശേഷം ഇവരെ കാണൂല. അപ്പൊ ഇനി ഓട്ടോമാറ്റിക്കലായിട്ട് അപ്പൊ അതിന് മുന്നേ ഇവരെ കാണൂല. അപ്പൊ ഇതാണ് സംഭവം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ കേട്ടോ. ജസാനി അങ്കിളിനൊക്കെ ഞാൻ ഭയങ്കര മിസ് ചെയ്യും. പിന്നെ ചെറുതിനെയും വലുതിനൊക്കെ മിസ് ചെയ്യും. അപ്പം ജസാനി അങ്കിളിനൊക്കെ നല്ല ഇഷ്ടാട്ടോ. ചെറുതിനെയും വലുതിനൊക്കെ ഇഷ്ടാട്ടോ. അപ്പൊ നമ്മള് വീടുമ്പോ അപ്പൊ ഞങ്ങള് വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം. പിന്നെ കുഞ്ഞു പേരേക്കണം അടിച്ചുകൊണ്ട് പൊട്ടിച്ചോളൂ. ബൈ.